ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇസ്മി അൻവർഷ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പ്രിയമുള്ളവരെ, ഞാൻ ഇന്ന് കൊണ്ടുവന്നേക്കുന്ന ടോപ്പിക്ക് മറ്റൊന്നുമല്ല, നമ്മുടെ യൂസഫ് അലി സാറും മുതിർന്ന മാധ്യമ പ്രവർത്തകയായ ഷാനി പ്രഭാകരും തമ്മിലുള്ള ചെറിയൊരു കോൺട്രവേഴ്സി എന്ന് പറയാനൊക്കെ ചെറിയൊരു സംസാരത്തിൻ്റെ ബൈറ്റ്സ് ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. നമുക്ക് അതിലേക്ക് വരാം. അതിന് മുമ്പായിട്ട് എനിക്ക് കുറച്ച് കാര്യം, എൻ്റെ പ്രിയമുള്ളവർ ഇത് അവസാനം വരെ ഈ വീഡിയോ ഒന്ന് കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. യൂട്യൂബിൽ ഇപ്പം അൽഗോരിതം ചേഞ്ച് ആയപ്പോഴത്തേക്ക് അപ്പോൾ കൂടുതലും റിയാക്ഷൻ വീഡിയോസ് ആവട്ടെ, മറ്റ് വീഡിയോസ് ആവട്ടെ, അപ്പം നമ്മുടെ പ്രസൻസിനാണ് കൂടുതലും ഇപ്പം പുഷ് നൽകുന്നത്. അപ്പം നമ്മൾ കൂടുതൽ സംസാരിക്കുക എന്നുള്ളതാണ് യൂട്യൂബിൻ്റെ ഒരു പുതിയ പോളിസി ആയിട്ട് പറയുന്നത്. ആസ് എ ബിഗിനർ എന്ന നിലയ്ക്ക് യൂട്യൂബിനെ കുറിച്ച് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലെ പ്രേക്ഷകരെ കുറിച്ച്, നിങ്ങൾ ഓരോരുത്തരെ കുറിച്ചും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിനെ സംബന്ധിച്ച് നമ്മുടെ ഓൺ കണ്ടന്റുകളാണ് ചെയ്യുന്നത്. അത് എല്ലാ ടൈപ്പുള്ള കണ്ടന്റുകൾ നമ്മൾ ചെയ്യും. അപ്പോൾ ഷാറ്റാഗ് കൊല്ലം എന്നാണ് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ പേര്. അപ്പം നമ്മൾ ആനുകാലികമായ പല വിഷയങ്ങളും അതിനകത്ത് സംസാരിക്കുന്നുണ്ട്. താല്പര്യമുള്ളവരൊക്കെ ഒന്ന് അതിലേക്ക് വരിക. അത് മാത്രമല്ലാതെ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു പ്ലാറ്റ്ഫോമിൽ, യൂട്യൂബ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ഒരുപാട് പേരുടെ വീഡിയോസ് കാണുന്നവരാണ്. നിങ്ങൾ അതിനെല്ലാം സപ്പോർട്ട് കൊടുക്കുന്നവരാണ്. അപ്പോൾ ആസ് എ ബിഗിനർ എന്ന നിലയ്ക്ക് എനിക്ക് കൂടി ആ ഒരു സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട സമയം എനിക്ക് വേണ്ടി മാറ്റി വെക്കുന്നതിനെ ഞാൻ മാനിക്കുന്നു. അപ്പോൾ ഞാൻ ഈ പറയുന്നത് പോലെ വാല്യൂ ഫോർ കണ്ടന്റ് ഉള്ള കണ്ടന്റുമായിട്ട് വരാൻ പരമാവധി ശ്രമിക്കും. അതിനോടൊപ്പം തന്നെ ഇടയ്ക്കൂടെ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഫണ്ണി ആയിട്ടുള്ള വീഡിയോസും ചെയ്യാം എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ഇവ നമുക്ക് വിഷയത്തിലേക്ക് വരാം. നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം, എന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാം. നമുക്കറിയാം, ആമുഖങ്ങൾ ആവശ്യമില്ലാത്ത രണ്ട് പ്രമുഖ വ്യക്തികളാണ് നമ്മളോടൊപ്പം ഉള്ളത്. എന്തായാലും ഞാൻ അവരോട് വ്യവസായത്തെക്കുറിച്ച് ഒന്നും ചോദിക്കാൻ പോകുന്നില്ല. വ്യവസായത്തെപ്പറ്റി ചോദിക്കില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വ്യവസായികളാണ്, ഞങ്ങൾക്ക് അത് ഒഴിച്ചു വേറൊന്നും അറിയില്ല. വേൾഡിലെ തന്നെ അറിയപ്പെടുന്ന രണ്ട് വ്യവസായികളെ കൊണ്ടുവന്നിരുത്തിയിട്ട് അവരോട് വ്യവസായത്തെക്കുറിച്ചൊന്നും ചോദിക്കുകയില്ല എന്നുള്ളതാണ് ഷാനി പറയുന്നത്. എന്നാൽ ഈ ഷാനിയെ കൊണ്ട് തന്നെ വ്യവസായത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനെ കുറിച്ചും സംസാരിപ്പിക്കുന്നതിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോകളെയൊക്കെ ഞാൻ കൊണ്ടുവന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു മാസ്റ്റർ മൈൻഡ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് യൂസഫ് അലിയെ സംബന്ധിച്ച് ഒരു മീഡിയ അറ്റൻഷൻ പുള്ളിക്ക് കിട്ടിയ അദ്ദേഹം അതുവഴി നെഗറ്റീവ് പറഞ്ഞിട്ടായാലും പോസിറ്റീവ് പറഞ്ഞിട്ടായാലും അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനെ അദ്ദേഹം പ്രൊമോട്ട് ചെയ്യുമെന്നുള്ളത് 100% കാര്യമാണ്. അപ്പം ഈ പറഞ്ഞ ഷാനിയെ കൊണ്ട് തന്നെ ബിസിനസ്സിനെ കുറിച്ച് തന്നെ ചോദിപ്പിക്കുന്ന കാര്യത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുകൂടെ കേൾക്കാം നമുക്ക്. എല്ലാവരുമായിട്ട് നല്ല ബന്ധമുണ്ടല്ലോ, മുഖ്യമന്ത്രിയായിട്ടും പ്രധാനമന്ത്രിയായിട്ടും യുപിയുടെ മുഖ്യമന്ത്രിയായിട്ടും ഒക്കെ. അപ്പൊ അവരാണ് തീരുമാനം എടുക്കേണ്ടത്, നിയമങ്ങൾ മാറ്റേണ്ടത്. അവരോട് സംസാരിക്കാറുണ്ടോ ഇത്തരം കാര്യങ്ങൾ? ഒരു കച്ചവടക്കാരനാകുമ്പോൾ എല്ലാവരായിട്ടും ബന്ധം വേണമല്ലോ. കാരണം നമ്മൾക്ക് രാഷ്ട്രീയത്തിൽ കൂടുതൽ രാഷ്ട്രീയം കൊണ്ട് ഉയരാൻ ആഗ്രഹിക്കുന്നവരല്ല, നമ്മൾ കച്ചവടം കൊണ്ട് ഉയരാൻ ആഗ്രഹിക്കും. വളരെ സത്യമായ കാര്യമാണ് കേട്ടോ. കാര്യം ഞാനൊരു 10-11 വർഷത്തോളം ഒരു ബിസിനസ് നടത്തിയ ഒരു വ്യക്തിയാണ്. അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മളെ ബിസിനസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ കസ്റ്റമറാണ് വലുത്. അവിടെ നമുക്ക് ആ വരുന്ന കസ്റ്റമറിൻ്റെ ജാതിയോ അദ്ദേഹത്തിൻ്റെ മതമോ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമോ ഒന്നും നമ്മൾ ചിന്തിക്കാറില്ല. അവരെ കൊണ്ട് നമുക്കൊരു പ്രയോജനം ഉണ്ടാകുക, നമ്മളെ കൊണ്ട് അവർക്കൊരു പ്രയോജനം ഉണ്ടാകുക, ഒരു വാല്യൂ ഉണ്ടാകുക. അതാണ് ഒരു ബിസിനസ്സിൻ്റെ വളർച്ച, അതാണ് ഒരു ബിസിനസ്സിൻ്റെ നട്ടെല്ല് എന്ന് പറയുന്നത്. അത് ഞാൻ ഒരു ബിസിനസ് ചെയ്ത വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് വ്യക്തമായിട്ട് പറയാനൊക്കും. അപ്പം അത് തന്നെയാണ് ഇദ്ദേഹവും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ ഒരു വിഷയം, അദ്ദേഹം പറയുന്ന ആ ഒരു കാര്യം എനിക്ക് കണക്റ്റ് ആവുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ പറയുന്നത് പോലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരുമായിട്ടും എല്ലാ രാജ്യങ്ങളും, മിക്കവാറുള്ള രാജ്യങ്ങളിലെ ഭരണാധികാരികളുമായിട്ട് ബന്ധപ്പെട്ടുമൊക്കെ ഒരുപാട് അടുത്ത് ഇടപഴകുന്നതും അവരുമായിട്ട് നല്ലൊരു ബന്ധം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയുമാണ്. അദ്ദേഹത്തിന് അത് കറക്റ്റാണ്, സത്യമാണ്. ഒരു പക്ഷേ അത് പോസിറ്റീവായി പറയുന്നവരുമുണ്ട്, നെഗറ്റീവായി പറയുന്നവരുമുണ്ട്. എന്തായിരുന്നാലും അദ്ദേഹം അതുകൊണ്ട് എന്തെടുക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അതിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വളർച്ചയുടെ കൂട്ടത്തിൽ കുറച്ച് പേർക്ക് ജോലി കിട്ടുന്നുണ്ടെങ്കിൽ അതും ഒരു നല്ല കാര്യമല്ലേ. അപ്പോൾ ബാക്കിയുടെ കണ്ടു. പ്രതിപക്ഷത്തിന് ബഹിഷ്കരിക്കാനും സ്വാതന്ത്ര്യം വേണ്ടേ? ഇപ്പം ഈ ചോദിച്ച ചോദ്യം അങ്ങോട്ട് മറുചോദിക്കട്ടെ. പ്രതിഷേധിക്കാനും അഭിപ്രായം പറയാനും അവകാശം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അവകാശമില്ലേ? മാളിലേക്ക് ശ്രീ എം എ യൂസഫ് അലിയുടെ ലുലു മാൾ ലക്നൌവിൽ തുടങ്ങുന്നു. ഉറപ്പായിട്ടും എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിച്ചിരുന്നു. ഉണ്ടായി, ഒരാഴ്ചക്കുള്ളുണ്ടായി. അതെങ്ങനെ കൈകാര്യം ചെയ്തു? ഇന്നലെ 1,35,000 ആൾക്കാർ അവിടെ വന്നു. കഴിഞ്ഞ ലാസ്റ്റ് സൺഡേ 1,60,000 ആൾക്കാർ അവിടെ വന്നു. ഇത്രയും വലിയ ഒരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉടമയായ ലുലുവിന്റെ ഓണറായ ഈ യൂസഫ് അലി, അദ്ദേഹത്തിന്റെ പല ഇന്റർവ്യൂ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഉണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഏതൊരു ഇന്റർവ്യൂവിനകത്തും എത്ര കസ്റ്റമർ അവരുടെ ഓരോ ഷോപ്പിലും വരുന്നു എന്നുള്ളത് ഡേറ്റാ ബേസ് ആയിട്ട് പുള്ളി പറയുന്നുണ്ട്. ഒരു അപ്രോക്സിമേറ്റ് ഒരു കണക്കാണെങ്കിൽ തന്നെയും
അത്രയും അദ്ദേഹം ഓരോ ഷോപ്പിനെയും അല്ലെങ്കിൽ ഓരോ ബിസിനസ്സിനെയും ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ പറഞ്ഞത് കേട്ടില്ലേ, ഈ കൊച്ചിയിൽ, നമ്മുടെ കൊച്ചിയിൽ ലുലു മാൾ വന്നപ്പോൾ എന്തായിരുന്നു, അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടായ കേരളമായ നമ്മുടെ കൊച്ചിയിൽ ആദ്യമായിട്ട് ഒരു മാൾ അദ്ദേഹം തുടങ്ങിയപ്പോഴത്തേക്ക് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ലോകത്ത് എവിടെയും നടന്നിട്ടില്ലാത്ത പ്രതിസന്ധിയാണ് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത്. പക്ഷേ എന്നിട്ട് എന്തുണ്ടായി, ഇന്ന് ആ ഒരു കൊച്ചി ആവട്ടെ തിരുവനന്തപുരം ആകട്ടെ ലുലു മാൾ എന്ന് പറയുന്നത് എന്തായി, ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ വരെ ആകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കാര്യം നമ്മുടെ ഇടുക്കിയിൽ, എൻ്റെ നാട് കൊല്ലം കരുനാഗപ്പള്ളിയാണ്, അവിടെ നിന്നും പല സ്ഥലങ്ങളിലേക്ക് ഇവൻ നമ്മുടെ ആത്മീയപരമായ യാത്ര പോയാൽ തന്നെയും ലുലു മാൾ വഴി തിരിച്ച് വീട്ടിലേക്ക് അല്ലെങ്കിൽ തിരിച്ചെത്തുന്നു എന്നുള്ളതാണ് അവർ കൊടുക്കുന്ന ഒരു പരസ്യം. അതായത് ഈ ലുലു മാൾ ഒന്ന് കയറി കാണുക എന്നുള്ളത് ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് പോലെ, അല്ലെങ്കിൽ ഈ ലുലു മാളിൽ നിന്നും അകന്ന് ജീവിക്കുന്ന ഒരുപാട് പേർക്ക് അതൊന്ന് ചുറ്റിക്കാണുക എന്നുള്ളത് ഇപ്പോഴും ഒരു ആഗ്രഹമാണ്, അവർക്കൊരു സന്തോഷം പകരുന്ന കാര്യമാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ വിജയം. ഒരു നാട്ടിൽ അത് തുടങ്ങുമ്പം അതൊരു പ്രശ്നമായി തീരുന്നെങ്കിലും അത് തുടങ്ങി ഉദ്ഘാടനം എല്ലാം കഴിഞ്ഞതിന് ശേഷം ആ നാട്ടിലെ ജനങ്ങളെയും ആപാലബിന്ദ ജനങ്ങളെയും അതിലേക്ക് അടുപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിന് സാധിക്കുന്നുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് ഈ ലുലു എന്ന് പറയുന്ന ബ്രാൻഡ്, അതുപോലുള്ള ബ്രാൻഡുകൾ ഇത്രയും വളർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇതിൽ നിന്നൊക്കെ നമുക്ക് ബിസിനസ്സുകാർക്ക് ഒരുപാട് പാഠങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയൂടെ കേൾക്കാം. ശ്രദ്ധിക്കാൻ നേരമില്ല. ഇത് കുറച്ച് മീഡിയ അവർക്ക് വിഷയം വേണ്ടേ? മീഡിയ ഷുഡ് എഡ്യൂക്കേറ്റ് ദ പീപ്പിൾ. അത് പറയട്ടെ, അത് പറയണത് സോഷ്യൽ മീഡിയ അല്ലേ? സോഷ്യൽ മീഡിയ ആയാലും ശരി, മറ്റേ ഇലക്ട്രോണിക് മീഡിയ ആയാലും ശരി, ദേ ഷുഡ് എഡ്യൂക്കേറ്റ് ദ പീപ്പിൾ. പക്ഷെ നമ്മൾക്ക് ലാഭമാണ്, കാരണം ഫ്രീ ആയിട്ട് അഡ്വർടൈസ് കിട്ടിയല്ലേ ലോകം മുഴുവൻ. ഈ ഒരു പോർഷനിൽ വിരുദ്ധാഭിപ്രായം പലർക്കും ഉണ്ടാകാം. അതായത് ഇദ്ദേഹത്തെ കുറിച്ച് പലപ്പോഴും പറഞ്ഞു കേട്ട ഒരു കാര്യമുണ്ട്. അതായത് ഒരു നാട്ടിൽ ഒരു ബിസിനസ് തുടങ്ങാൻ പോകുമ്പം ഇവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്റ്റഡി ചെയ്യുമല്ലോ, അവിടുത്തെ ജനങ്ങളെക്കുറിച്ച്, അല്ലെ അവിടുത്തെ ഒരു സംസ്കാരത്തെക്കുറിച്ച്, അവിടുത്തെ ഒരു രീതിയെക്കുറിച്ച്. അതിനുശേഷമായിരിക്കും അവിടെ ഇത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് അവർ നടത്തുന്നത്. ചെറുത് ഒന്നുമല്ലല്ലോ, കോടികളുടെ ഇൻവെസ്റ്റ്മെന്റ് ആണല്ലോ. അപ്പോൾ ആ ഒരു നാട്ടിലെ ഒരു പൾസ് അറിഞ്ഞുകൊണ്ടായിരിക്കും ഒരു ബിസിനസ്സിലേക്ക് കടക്കുന്നത് ആ നാട്ടിലേക്ക്. അന്നേരം ആ ഒരു നാട്ടിൽ ഈ പറയുന്നത് പോലെ ഒരു കോൺട്രവേഴ്സി ഉണ്ടായി കഴിഞ്ഞാൽ അവരൊക്കെ അത് പോസിറ്റീവായി തന്നെ ഭവിക്കുക എന്നുള്ളത് അവർക്കറിയാം. അപ്പം ആദ്യം ഒരു ഇഷ്യൂ ഉണ്ടാകുന്നു. അത് ഒരുപക്ഷെ ചിലരൊക്കെ പറയുന്നുണ്ട്, ഇദ്ദേഹം എവിടെ തുടങ്ങിയാലും ഒരു കോൺട്രവേഴ്സി, അതായത് നമ്മുടെ ഇന്ത്യ പോലെ ഒരു സ്ഥലത്ത് ഏതൊരു സംസ്ഥാനത്ത് തുടങ്ങിയാലും അവിടെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കും. അത് വാർത്ത മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയാണ് എന്നുള്ളതൊക്കെ അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായി അറിയാത്തത് കൊണ്ട് നമ്മൾ അതിനെ പ്രതിപാദിക്കുന്നില്ല. എന്നിരുന്നാലും ഈ പറയുന്ന പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും എല്ലാം സോഷ്യൽ മീഡിയയിൽ ഉണരുമ്പം ലാസ്റ്റ് ഈ ഫൈനലായിട്ട് വരുന്ന ഒരു ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ കാശ് മുടക്കാതെ സോഷ്യൽ മീഡിയ വഴിയും മെയിൻ സ്ട്രീം മീഡിയ വഴിയും ലക്ഷക്കണക്കിന് രൂപയുടെ പരസ്യം ഈ ഒരു മാളിന് കിട്ടുകയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ആ മാള് വന്നു കഴിഞ്ഞാലോ ഈ പറയുന്ന എല്ലാം മാറി അവിടെ എന്താണ് വൻ വിജയത്തിലേക്ക് അത് പോകുന്ന കാഴ്ചയുമാണ് നമ്മൾ കാണുന്നത്. അതാണ് ഇപ്പോൾ 1,35,000 1,50,000 ഒക്കെ വരുന്നത്. ആരും പറ്റി പേടിക്കേണ്ട ആവശ്യമില്ല. ഏത് മീഡിയ എന്തോ പറഞ്ഞോട്ടെ, ആരൊക്കെ എന്തൊക്കെയോ പറഞ്ഞോട്ടെ. ഇത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് കൂടുതൽ റീച്ച് കിട്ടും. സെഫലിനെ ടാർഗറ്റ് ചെയ്താൽ എൻ്റെ 32,000 മലയാളികളുണ്ട്, അതിലൊരു 15,000 കണ്ടാൽ മതി. എനിക്ക് അവരോട് പറയാൻ പറ്റില്ല നിങ്ങൾ സോഷ്യൽ മീഡിയ കാണരുതെന്ന്. അപ്പോൾ റീച്ച് കിട്ടി അവർക്ക് കാശ് കിട്ടണം. അങ്ങനെ എൻ്റെ പേര് വിറ്റിട്ട് കാശ് കിട്ടണമെങ്കിൽ അങ്ങനെയും ജീവിക്കുന്നവരുണ്ട് പലരും. അപ്പോൾ അവസാനമായിട്ട് പറഞ്ഞുകൊള്ളട്ടെ, ഒരു ബിസിനസ്സുകാരെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കിട്ടുന്ന അവസരങ്ങൾ, അത് അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിലായാലും മെയിൻ സ്ട്രീം മീഡിയയിലായാലും നെഗറ്റീവായി വരുന്ന വാർത്തയായാലും പോസിറ്റീവായി വരുന്ന വാർത്തയാണെങ്കിലും അത് അദ്ദേഹത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഇന്ധനമായി ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു വിജയം. അത് ഇദ്ദേഹത്തെ പോലുള്ളവരിൽ നിന്നും കണ്ടുപഠിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം, ഞാൻ പണ്ടൊരു പറഞ്ഞല്ലോ ഒരു ബിസിനസ്സുകാരനായിരുന്നു. ഒരു പക്ഷേ ഈ ബിസിനസ് ചെയ്യുന്നവർ കാണാം, ചെയ്യാനിരിക്കുന്നവർ കാണാം. അപ്പം നിങ്ങൾക്കൊക്കെ ഇവരെ പോലുള്ളവരുടെ വീഡിയോസ് ഒരുപാട് കണ്ടു കഴിഞ്ഞാൽ അവരെ പോലെ വലിയ ബിസിനസ് ചെയ്യുന്നവരായിരിക്കണമെന്നില്ല. എന്നിരുന്നാൽ തന്നെയും അവരുടെ ആ ഒരു ഇൻ്റർവ്യൂസിൽ നിന്നൊക്കെ നമുക്ക് കുറച്ചെങ്കിലും കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അത് അവരുടെ ആ സ്ട്രാറ്റജി നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ എന്തായിരുന്നാലും അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുകൾ, അദ്ദേഹത്തെ പോലുള്ള വലിയ വലിയ ബിസിനസ്സുകൾ ഇന്ത്യയിൽ വരട്ടെ, ഇൻവെസ്റ്റുകൾ ചെയ്യട്ടെ, അതിന് നമുക്ക് വെൽക്കമിങ് ആക്ട് കൊടുക്കാം. കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ജോലി അന്വേഷിച്ച് പുറത്തൊക്കെ പോകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ തന്നെ 10 രൂപ അവർക്ക് സമ്പാദിക്കാൻ പറ്റിയാൽ നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും നമ്മുടെ ഓരോ വീട്ടിലെ സ്ഥിതി മെച്ചപ്പെടുന്നതിനും അത് കാരണമാകും.
അതുകൊണ്ട് വലിയ വലിയ ബ്രാൻഡുകൾ ഇന്ത്യയിൽ വരട്ടെ, നമ്മുടെ നാട് നന്നായി പുരോഗമിക്കട്ടെ. അവസാനമായി ഒന്നുകൂടി പറഞ്ഞോട്ടെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, നിങ്ങളുടെ സജഷൻസ് എന്ത് തന്നെ ആയാലും, അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും അതൊന്ന് കമൻറ്റിൽ പറയുക. അപ്പോൾ എനിക്കത് സഹായമാവും മുമ്പോട്ടുള്ള യാത്രയ്ക്ക് എന്നുള്ളത്. അപ്പം വീണ്ടും കാണാം. താങ്ക് യു.